ഇന്നത്തെ വീഡിയോയിലും ഒരു പച്ചടിയുടെ റെസിപ്പി തന്നെയാണ് ക്യാരറ്റ് പച്ചടി. നമ്മൾ ബീറ്റ്റൂട്ട് പച്ചടി ചെയ്തതുപോലെ തന്നെ തേങ്ങ യൂസ് ചെയ്യാതെ വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു പച്ചടി. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് ഒരു ക്യാരറ്റ് നന്നായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1.25 കപ്പ് തൈര്, കുറച്ച് കടുക് പരിപ്പ്, പച്ചമുളക്, കറിവേപ്പില, വറ്റൽമുളക്, കടുക്, ഉപ്പ്, വെളിച്ചെണ്ണ. അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 2 ടീസ്പൂണോളൊക്കെ വെളിച്ചെണ്ണ മതി. ഇനി ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരുന്ന ക്യാരറ്റ്, ഞാനിപ്പോൾ ഒരു മീഡിയം സൈസിലുള്ള ഒരു ക്യാരറ്റാണ് എടുത്തേക്കുന്നത്. അത് നന്നായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഗ്രേറ്റ് ചെയ്തിട്ടെടുത്താലും കുഴപ്പമില്ല. ഇത് നമുക്ക് ഈ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് എരിവിനനുസരിച്ചുള്ള പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 2 പച്ചമുളകാണ് ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇങ്ങനെ തന്നെ ചെറിയ തീയിലിട്ടിട്ട് നമുക്കൊന്ന് വേവിച്ചെടുത്താൽ മതി. കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ടത് വെന്ത് കിട്ടും. നമുക്ക് കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇനി ഇതിനകത്തേക്ക് അടുത്തതായിട്ട് ഇട്ട് കൊടുക്കുന്ന ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തു നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് തൈര്. നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന തൈര് 1 കപ്പ് മുതൽ 1.25 കപ്പ് വരെ തൈര് നമുക്കിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ആദ്യം ഒരു പകുതി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. തൈരും കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുക, ആവശ്യത്തിനുള്ള ഉപ്പ്. നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക. അപ്പോൾ ആദ്യം നിങ്ങളിതുപോലെ കുറച്ചൊന്ന് ആദ്യം ഒഴിക്കുക. അപ്പോൾ ആ ചൂടൊക്കെ ഒന്ന് ബാലൻസ് ആവും. അതിനുശേഷം ബാക്കിയുള്ള തൈരും കൂടെ ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം. ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത് കുറച്ച് കടുക് പരിപ്പ്. അതായത് നമ്മൾ കടുക് ഒന്ന് വറുത്ത് പൊടിച്ചിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ക്രഷ് ചെയ്തത് കടുക് ഒരു 1/4 ടീസ്പൂൺ കടുക് പരിപ്പ് ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ടേസ്റ്റ് നോക്കുക. അപ്പോൾ കടുക് പച്ചടിക്ക് സാധാരണ നമ്മൾ കടുക് അരയ്ക്കുമല്ലോ തേങ്ങയൊക്കെ ചേർത്ത് ചെയ്യുമ്പോൾ. അപ്പോൾ ഒരു കടുകിൻ്റെ ടേസ്റ്റ് ഇല്ലെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം വീണ്ടും കുറച്ചും കൂടെ ഇട്ട് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യുകയാണ്. ഒരുപാട് നേരം തൈര് ചേർത്തതിന് ശേഷം പിന്നെ തിളയ്ക്കാൻ വെക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ ക്യാരറ്റ് പച്ചടി റെഡി ആയിട്ടുണ്ട്. നമുക്കിനി സർവിങ് ബൗളിലേക്ക് മാറ്റാം. ഇനി നമുക്ക് പച്ചടിയിലേക്ക് കടുകും കൂടെ വറുത്തിട്ട് കഴിഞ്ഞാൽ പച്ചടി റെഡിയാണ്. അപ്പോൾ നമ്മൾ തൈര് ഒഴിക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരുപാട് ചൂടിൽ നമ്മൾ തൈര് ഒഴിക്കുമ്പോൾ ചിലപ്പോൾ പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ പേടിയുണ്ടെങ്കിൽ തണുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് തണുത്തതിന് ശേഷം തൈര് ഒഴിച്ച് കൊടുത്താലും മതി. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. നമുക്കിതിനകത്തേക്ക് കടുകും കൂടെ വറുത്തിടാം. അപ്പോൾ നമ്മുടെ ക്യാരറ്റ് പച്ചടി റെഡിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. തേങ്ങയുടെ ഒന്നും ആവശ്യമില്ല, വളരെ എളുപ്പത്തിൽ ചെയ്യാം. പെട്ടെന്ന് അധികം സമയത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ കമൻസും സജഷൻസൊക്കെ അറിയിക്കുക. ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്